ഒരു ആൺകുഞ്ഞ് ജനിക്കുമ്പോൾ ಒಂದು ಹಾಲೆಲೂಯ ಗಂಡು ಮಗು ಹುಟ್ಟುವಾಗ അമ്മയ്ക്ക് ദുഃഖം ഉണ്ടാകണമെങ്കിൽ ಆಲೆ ತಾಯಿಗೆ ದುಃಖ ಉಂಟಾಗಬೇಕಂದ್ರೆ ഈ മകൻ എങ്ങനെയായിരിക്കും ജനിച്ചത്? ಈ ಮಗ ಹೇಗೆ ಹುಟ್ಟಿರಬೇಕು? സ്തോത്രം, ಆಮೆನ್, സ്തോത്രം, ಹಲ್ಲೆಲೂಯ, ഹല്ലേലൂയ. ಆಮೆನ್. അംഗവിഹീനനായി ജനിച്ചിരിക്കാം, ಆತನು ಯಾವುದೇ ಅಂಗವಿಹೀನನಾಗಿ ಹುಟ್ಟಿರಬಹುದು, വികൃത രൂപിയായി ജനിച്ചിരിക്കാം, ಯಾವುದೇ ಹಾಲೆಲೂಯ ವಿರೂಪಿಯಾಗಿ ಹುಟ್ಟಿರಬಹುದು. സ്തോത്രം. എങ്ങനെയോ അവൻ ജനിച്ചു. ಹಾಲೆ ಹೇಗೇನೋ ಆತನು ಹುಟ್ಟಿದಾನೆ. അവന്റെ അവസ്ഥ, ಆತನ ಅವಸ್ಥೆಯು സ്വന്തം അമ്മയ്ക്ക് പോലും വേദന കൊടുക്കുന്നത്, സ്വന്തം ತಾಯಿಗೆ വരേക്ക് ದುಃಖ ಕೊಡುವ ರೀತಿಯಲ್ಲಿ ಆಗಿತ್ತು. ആമേൻ. ആമേൻ. എന്നാൽ ಆದರೆ അവന്റെ ജീവിതം, ಆತನ ಜೀವನವು അവന്റെ പ്രാർത്ഥനയാൽ മാറി. ಆ ಹಾಲಲ್ಲಿ ಅವನ ಪ್ರಾರ್ಥನೆಯಿಂದ ಬದಲಾವಣೆ ಆಯಿತು. ആമേൻ. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ആരെങ്കിലൊക്കെ വരുമ്പോൾ ഓടി വന്ന് തല കൈവച്ച് അനുഗ്രഹം പഠിക്കുന്നതല്ല. ಅಲ್ಲಿ ಯಾರಲ್ಲೂ ಬರುವಾಗ ಓಡಿ ಬಂದು ತಲೆಯಲ್ಲಿ ಕೈ ಇಟ್ಟು ಆಶೀರ್ವಾದ കുഴപ്പമൊന്നുമില്ല, ಅದರಲ್ಲಿ ಏನು ತೊಂದರೆ ಇಲ್ಲ. സ്തോത്രം. ആമേൻ. അവർക്ക് ദൈവം അധികാരം കൊടുത്തിട്ടുണ്ട്, അവർക്ക് ದೇವರು ಅಧಿಕಾರವನ್ನು ಕೊಟ್ಟಿದ್ದಾರೆ, കൈവെപ്പിനുള്ള അനുഗ്രഹം ഉണ്ട്, ಆಲಲ್ಲಿ ಕೈ ಇಡುವುದ ಮೂಲಕವಾಗಿ ಬರುವ ಆಶೀರ್ವಾದ ಉಂಟು. സ്തോത്രം. ಆಮೆನ್. പക്ഷേ ಆದರೆ ഇവിടെ വ്യസനപുത്രൻ, ಆಲಲ್ಲಿ ಇಲ್ಲಿ ದುಃಖದ ಪುತ್ರನು, ആമേൻ, ദുഃഖപുത്രൻ, ಇಲ್ಲಿ ದುಃಖ ಪುತ್ರನು അവന്റെ സാഹചര്യത്തെ മാറ്റുന്നത് ಆತನ ಸನ್ನಿವೇಶವನ್ನು ಬದಲಾವಣೆ ಮಾಡಿದ್ದು അവന്റെ പ്രാർത്ഥന കൊണ്ടാണ്. ಅವನ ಪ್ರಾರ್ಥನೆ ಮುಖಾಂತರವಾಗಿದೆ. ദൈവത്തോട് പറഞ്ഞു, ಅವನ ದೇವರ ಹತ್ರ നീ ಹೇಳಿದನು, എന്റെ അവസ്ഥ മാറ്റണം, ನೀ ನನ್ನ ಅವಸ್ಥೆಯನ್ನು ಬದಲಾವಣೆ ಮಾಡಬೇಕು, അനുഗ്രഹിക്കണം, ನೀ ನನ್ನನ್ನು ಆಶೀರ್ವಾದ നീ എന്റെ ಮಾಡಬೇಕು, അതിരുകളെ വിശാലമാക്കണം. ನೀ ನನ್ನ ಬೌಂಡರಿಗಳನ್ನು ವಿಶಾಲಪಡಿಸಬೇಕು. പ്രാർത്ഥിച്ചതെല്ലാം ദൈവം കേട്ടു. ಆಮೇಲೆ ಎಬೇಸು ಪ್ರಾರ್ಥನೆ ಮಾಡಿದೆಲ್ಲ ದೇವರು ಕೇಳಿದರು. ആമേൻ. അങ്ങനെ എബേസ് ಹಾಗೆ ಎಬೇಜನು തന്റെ സഹോദരന്മാരെക്കാൾ മാന്യനായി തീർന്നു. ತನ್ನ ಸಹೋದರಗಳಿಗಿಂತ ಹಲ್ಲೆಲೂಯಾ ദൈവിക ആലോചനയാണ്. ಇದೊಂದು ದೇವರ ಆಲೋಚನೆ ಆಗಿದೆ. ശ്രദ്ധിക്കുക, ಆಮೇಲೆ ಶ್ರದ್ಧೆಯಿಂದ ಇರಿ. ഏത് രൂപത്തിൽ ജനിച്ചാലും, ಯಾವುದೇ ರೂಪದಲ್ಲಿ ನಾವು ഏത് തകർച്ചയിലായിരുന്നാലും, ಯಾವುದೇ ಹಾಲೆ ಒಡೆದೋಗಿದ ಅವಸ್ಥೆಯಲ್ಲಿ ಆಗಿದೆ, ഏത് നഷ്ടത്തിലാണെങ്കിലും, ಯಾವುದೇ ನಷ್ಟದಲ್ಲಿ ಆದ್ರೇನು പ്രാർത്ഥിച്ചാൽ, ಪ್ರಾರ್ಥನೆ ಮಾಡಿದರೆ അനുഗ്രഹം തിരഞ്ഞെടുക്കപ്പെടും. ಆಶೀರ್ವಾದವನ್ನು ಹೊಂದಿಕೊಳ್ಳುತ್ತಾರೆ. ആമേൻ. എബേസ് തിരഞ്ഞെടുക്കുകയാണ് അനുഗ്രഹം. ಎಬೇಜು ಅಲ್ಲಿ ಹಾಲೆ ಆಶೀರ್ವಾದ ശാപത്തില്, ನಾನು ಹುಟ್ಟಿದ್ದು ಶಾಪದಲ್ಲಿ, ദുഃഖത്തില്, ಅಲ್ಲಿ ಆತನು ಹುಟ್ಟಿದ್ದು ದುಃಖದಲ್ಲಿ, വേദനയില്, ಅಲ್ಲಿ ಹುಟ್ಟಿದ್ದು ನೋವಲ್ಲಿ, ഹീനതയില്, ಅಲ್ಲಿ ನೋವಲ್ಲಿ, എല്ലാരെക്കാളും താഴ്ന്നവനായി ಎಲ್ಲರಿಗಿಂತ അവൻ ಹೀನನಾಗಿ ജനിച്ചെങ്കിലും ಅವನು ಹುಟ್ಟಿದರೆ അവൻ പ്രാർത്ഥനയാൽ അനുഗ്രഹത്തെ സ്വീകരിച്ചു. അവൻ പ്രാർത്ഥನೆಯಿಂದ ആശീർവാദವನ್ನು ಆರಿಸಿಕೊಂಡಿದ್ದಾನೆ. ഞാൻ പകൽക്കാലം പറയുന്നത്, അകലത്തിനെ ಬೆಳೆಯಲ್ಲಿ ಹೇಳ್ತಾ ಇರುವುದು, മുട്ടുമടക്കി ಮೊಳಂಕಾಲನ್ನು ദൈവ മുമ്പില് ದೇವರ ಮುಂದೆ സമയം ചെലവഴിക്കാൻ മനസ്സുണ്ടോ? ಸಮಯವನ್ನು ಕಳೆಕೊಳ್ಳಕ್ಕೆ സഹോദരന്മാരെക്കാൾ മാന്യനാക്കി ദൈവം മാറ്റും. ಆಮೇಲೆ ಸಹೋದರಗಳಿಗಿಂತ ಮಾನ್ಯನಾಗಿ ದೇವರು ನಮ್ಮನ್ನ ಮಾರ್ಪಡಿಸುತ್ತಾರೆ. ಆಮೇಲೆ പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടോ? ಪ್ರಾರ್ಥನೆ ಮಾಡಕ್ಕೆ ನಿಮಗೆ ಮನಸ್ಸಿದೆಯಾ? എബേസിനെ പോലെ പ്രാർത്ഥിക്കാമോ? ಎಬೇಜಿನಂತೆ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತೀರಾ? നീ എന്നെ അനുഗ്രഹിച്ച്, ನೀ ನನ್ನನ್ನು ಆಶೀರ್ವಾದ എന്റെ അതിരുകളെ വിശാലമാക്കി, ನನ್ನ ಪೌಳಿ ಕೋಟೆಗಳನ್ನು നീ എന്റെ പേര് വലുതാക്കി, ನೀ ನನ್ನ ಹೆಸರನ್ನು എന്നെ അനുഗ്രഹിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. ಆಶೀರ್ವಾದ ಮಾಡಿದ್ರೆ ಚೆನ್ನಾಗಿದೆ. ദൈവത്തിന്റെ പ്രാർത്ഥന കേട്ടു. ದೇವರು ಆತನ ಪ್ರಾರ್ಥನೆ, അവന്റെ ഹീനാവസ്ഥയെ മാറ്റി, ಆತನ അവന്റെ ദീനാവസ്ഥയെ മാറ്റി. ಆತನ അങ്ങനെ മാറ്റുന്ന ദൈവമുണ്ടെങ്കിൽ ಆತನ ಮಾರ್ಪಡಿಸಿ പ്രാർത്ഥിക്കാൻ തീരുമാനിക്കുമോ? ಪ್ರಾರ್ಥನೆ അനുഗ്രഹം വരികയാണ്. ಆಶೀರ್ವಾದವು ಬರುತ್ತಾ ಇದೆ. ಆಮೆನ್. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവർക്ക് അനുഗ്രഹം ലഭിക്കും. പ്രാർത്ഥನೆ ಮಾಡುವವರಿಗೆ ಆಶೀರ್ವಾದವನ್ನು ಬರುತ್ತದೆ. പ്രാർത്ഥിക്കുന്നവർ എന്നും ഒരുപോലെ ഇരിക്കത്തില്ല. ಪ್ರಾರ್ಥನೆ ಮಾಡುವವರು ಯಾವಾಗಲೂ ಒಂದೇ ತರ ಇರುವುದಿಲ್ಲ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അനുഗ്രഹം നമ്മൾ ചൂസ് ചെയ്യുന്നത്, ಆಶೀರ್ವಾದವನ್ನು ನಾವು ಆರಿಸಿಕೊಳ್ಳುವುದು, ആമേൻ, എബേസ് ചെയ്ത പോലെയാണ്. ಎಬೇಜನು ಮಾಡಿದ ರೀತಿಯಲ್ಲಿ. അവസ്ഥ ഇതാണ്, ನನ್ನ ಅವಸ್ಥೆ ಇದಾಗಿದೆ. പക്ഷെ അവസ്ഥയെ മാറ്റുന്ന ಆದ್ರೆ ನಮ್ಮ ಅವಸ್ಥೆಯನ್ನು ദൈവം ಬದಲಾವಣೆ ഉണ്ട് എന്ന് എനിക്കറിയാം. ಒಂದು ದೇವರು ಉಂಟು ಎಂದು ನನಗೆ ಗೊತ್ತು. ദൈവം ഉണ്ട് എന്ന് എനിക്കറിയാം. ಒಂದು ದೇವರು ಉಂಟು ಎಂದು ನನಗೆ അവസ്ഥ ಗೊತ್ತು. മാറ്റുന്ന ನನ್ನ ಅವಸ್ಥೆಯನ್ನು ಬದಲಾವಣೆ ഉണ്ട് എന്ന് എനിക്കറിയാം. ಒಂದು ಕರ್ತನು ಉಂಟು ಎಂದು ನನಗೆ ಗೊತ್ತು. യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ಹೆಸರಿನಲ್ಲಿ പകൽക്കാലം ಇವತ್ತಾಗಲೇ അത് സംഭവിക്കട്ടെ. ಹಾಗೆ ಸಂಭವಿಸಲಿ.